ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് അറബിക് സ്വീറ്റ് ആയിട്ടുള്ള കുനാഫ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുനാഫ ഡോ വെച്ചിട്ടൊക്കെയാണ് ചെയ്തെടുക്കുന്നത്. എന്നാൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് സേമിയ വെച്ചിട്ടാണ് കേട്ടോ. കട്ടി കുറഞ്ഞിട്ടുള്ള സേമിയ വെച്ചിട്ടാണ് ഇപ്പോൾ കുനാഫ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുനാഫൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സേമിയ എടുത്തിട്ട് അതൊന്ന് നീളത്തിലായിരിക്കുമല്ലോ, അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ഏതായാലും കുഴപ്പമില്ല ചേർത്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിലൊന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ കുനാഫയിലേക്കുള്ള ഫില്ലിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും, പിന്നെ 3 ടേബിൾ സ്പൂണ് അതേ സെയിം അളവിന് തന്നെ മിൽക്ക് പൗഡറാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഞാൻ എടുക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നത് കേട്ടോ. എന്നിട്ടത് നമ്മൾ ആദ്യം തീയൊന്നും കത്തിക്കാതെ പിന്നെ പാലും കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം തന്നെ. എന്നിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെറിയ തീയിലാവുമ്പോൾ തന്നെ അതൊന്ന് കുറുകി വരും. എന്നിട്ട് അതൊന്ന് ചൂടാറിയ ശേഷം നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പം അടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ക്രീം ചീസ് ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ക്രീം ചീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പാലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ അത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുനാഫ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് നെയ്യോ പെട്രോ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന സേമിയ അതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ക്രീം ഫില്ലിങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ തന്നെ ഫില്ലിങ്സ് ബാക്കിയുള്ളതും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക. ചെറിയ പാത്രം എടുക്കുമ്പം അതിനനുസരിച്ച് വെച്ചാൽ അങ്ങനെ ആവും കേട്ടോ. എന്നിട്ടിത് ലോ ഫ്ലെയിമിലിട്ടാണ്ട് അടിയൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുക. എന്നിട്ട് അടി വെന്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കാണ്ട് ആ ഭാഗം നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആയിട്ടുള്ള കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ കുനാഫൻ്റെ ഡോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ സേമിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുനാഫൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഷുഗർ സിറപ്പിൽ നന്നായിട്ടൊന്നതൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അപ്പം ഇനി നമുക്ക് എങ്ങനെ ക്രീം ചീസ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു പാത്രത്തിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് 3 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ കുറച്ചായിട്ട് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ പാലൊന്ന് പിരിഞ്ഞ് വരും കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതേപോലെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു കുനാഫയ്ക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു അരിപ്പയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് 2-3-4 വട്ടം സാധാ നോർമൽ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കാരണം അതിലൊരു നാരങ്ങൻ്റെ പുളിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിക്കോളും. എന്നിട്ട് അതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് ആദ്യം ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു തരി പോലെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ നല്ല ക്രീമി ആയിട്ടുള്ള ചീസ് റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക.